അപ്പോൾ നമ്മൾ ഒരുപാട് എഡിറ്റിംഗ് ആപ്സ് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. സ്നാപ്സീഡ്, ലൈറ്റ് റൂം, പിക്സാർട്ട്, അങ്ങനെ പലതും. ഇവരെല്ലാവരെയും കാളും അടിപൊളി ഫീച്ചേഴ്സും ഓപ്ഷൻസും തരുന്ന ഒരു അടിപൊളി എഡിറ്റിംഗ് ആപ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. യെസ്, ലെൻസ് ഡിസ്റ്റോർഷൻ. വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ് ഓപ്ഷൻസ് ആണ് ഈ ആപ്പിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ പക്ക പ്രീമിയം ആപ്പാണ്. ഇതിൻ്റെ ഇൻ്റർഫേസ് കണ്ടാൽ തന്നെ നമുക്ക് ഓ മൈ ഗാഷ് എന്നൊക്കെ തോന്നും. ഭയങ്കര ക്ലീനാണ്. അപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആ ആപ്പ് പരിചയപ്പെടാം. അതിനകത്തുള്ള എഡിറ്റിംഗ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഫോട്ടോനെ അടിപൊളിയാക്കി മാറ്റാം ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ജസ്റ്റ് ആഫ്റ്റർ ദിസ് ഇൻട്രോ. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് അടിപൊളി ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് പോലുള്ള കുറേ വീഡിയോസ് വരാനുണ്ട്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെൻസ് ഡിസ്റ്റോർഷൻ എന്നുള്ളൊരു ആപ്പ് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ആപ്പാണ്. ആൻഡ് ദിസ് ഈസ് എ ഫ്രീ ആപ്പ്, പെയ്ഡ് ആപ്പല്ല, ഇൻ ആപ്പ് പർച്ചേസ് ചെയ്യുന്നത്. അതായത് അതിനകത്തുള്ള ഓപ്ഷൻസ് മാത്രം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പൈസ ഇട്ട് മേടിച്ചാൽ മതി. ഇല്ലാത്ത പക്ഷം ആപ്പ് യൂസ് ചെയ്യാൻ ഫ്രീ ആണ്. ഓക്കെ, അപ്പം ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എവിടെയാണെന്ന് അറിയാലോ, താഴെ ഡിസ്ക്രിപ്ഷനിനകത്തുണ്ട്. ചെന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഫോളോ എലോങ് വിത്ത് മീ. ഞാനിപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എങ്ങനെ LD എന്നുള്ളൊരു ആപ്പ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ലെൻസ് ഡിസ്റ്റോർഷൻസ്. ആദ്യം ആപ്പ് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ കാണിക്കും. മുകളിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അത് ട്യൂട്ടോറിയൽ വീഡിയോസ് ആണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ നോക്കി തന്നെ അത് വീഡിയോസ് ആയിട്ട് അവിടെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ ചൂസ് ഇമേജിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഓപ്പൺ ചെയ്യാം അതിനകത്തുനിന്ന്. ഓക്കെ, ഞാൻ ഈ കാറിൻ്റെ ഫോട്ടോനെ എഡിറ്റ് ചെയ്യാൻ പോകണം. ഇത് ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ആണ്. ഞാൻ ഈ ആപ്പ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇതിൽ എഫക്റ്റൊക്കെ കാണിക്കാനായിട്ടാണ് ഈ ഫോട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് കളർ എന്നുണ്ടല്ലോ താഴെ കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ താഴെയുള്ളതാണ് ഇതിൻ്റെ ഫിൽറ്റേഴ്സ്. മോനെ, ഇതിൽ ശരിക്കും പ്രീമിയം ക്വാളിറ്റി ഫിൽറ്റേഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, അപ്പം ഇതിൽ ഫ്രീ ആയിട്ട് തന്നെ ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. എല്ലാം പ്രീമിയം സാധനങ്ങളും. നമുക്കപ്പം ഞാനിപ്പോൾ ചുമ്മാ പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദ ബിഫോർ ഫോട്ടോ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ ഫോട്ടോ. ഈ ഒരു പ്രീസെറ്റ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഫിൽറ്റർ മേ ബി. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ താഴെ ഒരു പ്ലസ് കണ്ടില്ലേ, ഈ പ്ലസ്സിൽ ടച്ച് ചെയ്താൽ നമുക്ക് വേറെ ലെയർ ആഡ് ചെയ്യാൻ പറ്റും. ഓരോ ലെയറിലും ഒന്നൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഒരു ലെയറിൽ പ്രീസെറ്റ് ഫിൽറ്റർ ആഡ് ചെയ്തെന്ന് വെച്ചാൽ രണ്ടാമത്തെ ലെയറിലായിരിക്കും ഓവർലേ ആഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ലെയറിലാണ് അതിൻ്റെ വേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഓരോ ലെയർ ഇട്ട് കൊടുക്കണം. താഴെ പ്ലസ്സിൽ ടച്ച് ചെയ്യുക, അപ്പോൾ പ്രീസെറ്റ് ആഡ് ആയി. ഇനി ഇപ്പുറത്ത് വന്നു വെച്ചാൽ ലൈറ്റ് ഹിറ്റ്സ് ഉണ്ട്. ഓക്കെ, യു സി ഇങ്ങനെ കുറേ ലൈറ്റ് ഉണ്ട് ഇതിനകത്ത് തന്നെ. ഓക്കെ, ആൻഡ് ഇതിൽ തന്നെ താഴെ തന്നെ അതിൽ ഒരു കൂടി ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ആ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് സോഫ്റ്റ്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ കുറേ സാധനങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. നമ്മളൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ താഴത്തെ ടച്ച് ചെയ്താൽ തന്നെ ഇങ്ങനെ വരും. ഓക്കെ, യു സീ ദിസ്. അപ്പോൾ നമുക്ക് ചുമ്മാ ഇത് വേണമെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഹെഡ്ലൈറ്റ് ആയി. അപ്പം ഇങ്ങനെയാണ് വണ്ടികൾക്കൊക്കെ നമ്മൾ ഹെഡ്ലൈറ്റ് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ താഴെ പ്ലസ്സിൽ ടച്ച് ചെയ്താൽ വീണ്ടും നമുക്ക് അടുത്ത ലെയർ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ലൈറ്റ് വോളിയം ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് അടിപൊളി സംഭവം ഉണ്ട്. ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദിസ് ടോട്ടൽ ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. യു സീ ദിസ്. അപ്പം ഇത് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരു എഫക്റ്റ് പോലത്തെ സാധനമാണ്. ഇത് നമുക്ക് വെള്ളമുള്ള പിക്ചറിൽ വൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗത്ത് കൊണ്ട് വെച്ചെന്ന് വെച്ചാൽ അതിൽ കൂടെ ലൈറ്റ് വരുന്ന പോലെ ഇത് കാണിക്കും. കണ്ടില്ലേ, നമുക്കിത് ഇഷ്ടമുള്ളിടയ്ക്ക് മൂവ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ലൈറ്റ് വരണമെന്ന് വെച്ചാൽ ഇതിന് വലുതും ചെറുതൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കൊടുത്താൽ മതി. പ്യുവർ സാധനം. ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ. ഓക്കെ, ആൻഡ് ഇത് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട് നോക്കാനായിട്ട്. ഇനി പ്ലസ് ടച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് 10 ലെയർ വരെ കിട്ടും. ബട്ട് പ്രീമിയം മെമ്പർ ആയിരിക്കണം. ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ട്. മാസം 200 ചില്ലാൻ രൂപ സംതിങ് വരും. കണ്ടല്ലോ, നോ താങ്ക് യു. ആൻഡ് ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ സംഭവങ്ങൾ എന്താണെന്ന് നോക്കാം. സോ ഇതൊക്കെ ഓവർലേയിൽ വരുന്നതാണ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ട് വെക്കാം. അങ്ങനെ ഇഷ്ടംപോലെ ഓവർലേ പരിപാടികൾ ഇതിനകത്തുണ്ട്. അതിൽ കുറേ തന്നെ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ ഒന്നിനും പൈസ ഒന്നും കൊടുക്കേണ്ട, സിമ്പിളാണ്. ഓക്കെ, ഇതൊക്കെ ഓവർലേ ലെഗസി എന്ന് പറഞ്ഞിട്ടുള്ളതിൽ വരുന്നതാണ്. സോ നമുക്കൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ സിമ്പിളായിട്ട് ഇട്ട് കൊടുത്തെന്ന് വെച്ചാൽ പൊളി ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ വേറൊരു എക്സാമ്പിൾ ഇട്ടിട്ട് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അതിനകത്താണ് മറ്റേ ലെഗസിയിലെ കളർ ഔട്ട്പുട്ടൊക്കെ വരുന്ന പോലെ ആക്കണേൽ പൊള്ളിയായിട്ട് നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഫോട്ടോനെ എഡിറ്റ് ചെയ്യണ പോലെ അതിൽ എഡിറ്റ് ചെയ്യുക, ഈ ഒരു ഫോട്ടോയിൽ എഡിറ്റ് ചെയ്യണ പോലെ ഇതിൽ എഡിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതിനകത്തൊക്കെ സോഫ്റ്റ് ലൈറ്റൊക്കെ പക്ക ഉഷാറാക്കി വെക്കാൻ പറ്റും. നിങ്ങൾ കണ്ടില്ലേ ഏതാ റേഞ്ച്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ലൈറ്റ് ഇങ്ങനെ ഫോളോ ഔട്ട് ചെയ്യുന്ന പോലെ വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പല ഫോട്ടോന് പല ലൈറ്റാണ്. അപ്പോൾ ലൂമിനൻസിയിൽ ഇതിനകത്ത് ഇതൊക്കെ കണ്ടില്ലേ, യു സീ ദിസ്. ഇതൊക്കെ പക്കാ സാധനങ്ങളാണ്. ആൻഡ് ഫോഗ് നാച്ചുറലിനകത്ത് വന്നെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫോഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഫോഗ് നമുക്കിപ്പോൾ
ഫോട്ടോനകത്തൊക്കെ ഫോഗ് ആഡ് ചെയ്യണം, കോടമഞ്ഞൊക്കെ വേണമെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഇത് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ടോപ്പിൽ കൊണ്ട് നിർത്തിയെന്ന് വെച്ചാൽ ഒരു മനുഷ്യനറിയില്ല ഇത് LD ആപ്പിനകത്ത് ചെയ്താണ് അല്ലെങ്കിൽ ഫോണിനകത്ത് എഡിറ്റ് ചെയ്തെടുത്താണെന്ന്. ബിക്കോസ് അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഓക്കെ. ആൻഡ് റെയിൻ, മഴ വേണമെങ്കിലും മഴയുണ്ട് ഇതിനകത്ത്. പക്കാ ഒറിജിനലിസ്റ്റിക് മഴയാണ് ഇത്. നമുക്ക് എവിടെ വേണമെങ്കിലും നീക്കാം, മഴ എങ്ങോട്ട് വേണമെങ്കിലും പെയ്യിപ്പിക്കാം. ഇങ്ങനെ വേണോ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. മഴയിൽ തന്നെ പലതരം മഴകളുണ്ട് ഇതിനകത്ത് തന്നെ. ആൻഡ് മഴ കൂടാതെ സ്നോ ഉണ്ട്, ക്ലാസിക് സ്നോ ഉണ്ട്, ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇതൊക്കെ പക്ക ഒറിജിനൽ ഫീൽ ചെയ്യുന്നൊരു ഇതാണ്. എറ്റനിക്കൽ സ്നോ. ഇങ്ങനത്തെ സ്നോ ഒന്നും നമ്മുടെ അവിടെ പെയ്യില്ല. അതുകൊണ്ട് ചെറിയ സ്നോ ഒക്കെ വേണമെങ്കിൽ ഇടാം. മൂന്നാർ പോയി എന്നൊക്കെ പറയാമല്ലോ എന്നിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ LD ആപ്പിനകത്ത് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ എഡിറ്റ് ചെയ്ത സാധനം സേവ് ആക്കാൻ മുകളിൽ ടോപ്പ് റൈറ്റിൽ ഒരു സാധനമുണ്ട്, സേവിൻ്റെ ഓപ്ഷൻ. അതിൽ JPG മാക്സ് എന്നാണ്. ഓക്കെ, മാക്സ് 100% എക്സ്പോർട്ട് ഇമേജ് കൊടുത്തെന്ന് വെച്ചാൽ ഫോട്ടോ സേവ് ആയിട്ട് നമ്മുടെ ഗാലറിക്ക് എത്തും. സോ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് ലെൻസ് ഡിസ്റ്റോർഷൻ ആപ്പ് വർക്ക് ചെയ്യുക. അടിപൊളിയല്ലേ? കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് പെയ്ഡ് സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. ബിക്കോസ് സോഫ്റ്റ്വെയർ എൻ്റെ ചോദിക്കണേ ഞാൻ വേണ്ടെന്ന് പറയും. ഒരു 250 രൂപ മാസം കൊടുത്തിട്ട് വേണ്ടല്ലോ. നമുക്ക് മിക്ക ഓപ്ഷൻസും അതിൽ ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട്. പിന്നെ എന്തിനാണ് വൈ ഷുഡ് ഐ ഗോ ഫോർ അല്ലെങ്കിൽ വി ഗോ ഫോർ പെയ്ഡ് ഓപ്ഷൻ? അപ്പോൾ അതിന് ആവശ്യമില്ലല്ലേ. അപ്പം ദാറ്റ് ഈസ് ലെൻസ് ഡിസ്റ്റോർഷൻ ആപ്പ്. അപ്പം നിങ്ങൾക്ക് ഈ ആപ്പ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ അവർ പൈസ തന്നിട്ട് എൻ്റെ അടുത്ത് ഈ ലെൻസ് ഡിസ്റ്റോർഷൻ്റെ വീഡിയോ ചെയ്യാനോ പറഞ്ഞതല്ല. എനിക്ക് പേഴ്സണലി ഈ ആപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ വീഡിയോസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ആപ്പ് ഞാൻ കുറേ എൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെ ലൈറ്റൊക്കെ ഇട്ടെടുക്കാൻ കുറേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയ സാധനം ഞാൻ അങ്ങനെ ഷെയർ ചെയ്തെന്ന് മാത്രം. ഓക്കെ. അപ്പം ഇതുപോലെയുള്ള വേറെ അടിപൊളി ബാങ്ക് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ബി ക്രിയേറ്റീവ് ആസ് ഐ ഓൾവേസ് സേ. ലോട്ട്സ് ഓഫ് ലവ്.